ആലപ്പുഴ ചെങ്ങന്നൂരിൽ അരനൂറ്റാണ്ട് മുൻപ് ആരംഭിച്ച പവർലൂം വർക്കേഴ്സ് ഇൻഡസ്ട്രീസ് വർക്ക്ഷോപ്പ് കെട്ടിടം കാടുകയറി നശിക്കുന്നു. നിരവധി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനം നഷ്ടത്തെ തുടർന്ന് പൂട്ടുകയായിരുന്നു. ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെന്നാണ് ആവശ്യം ശക്തമാണ്. 40 വർഷമായി ഈ കാണുന്ന ചെറിയനാട് പവർലൂം വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് CS ലിമിറ്റഡ് അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ഒരു കാലത്ത് നിരവധി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന കെട്ടിടവും പരിസരവും കാടുമൂടിയ നിലയിലാണ്. അരനൂറ്റാണ്ട് മുമ്പാണ് സഹകരണ സംഘം രൂപീകരിച്ച് 37 സെന്റ് സ്ഥലത്ത് യന്ത്രവൽകൃത നെയ്ത്തുകേന്ദ്രം പ്രവർത്തനം തുടങ്ങുന്നത്. 100-ലേറെ പേരാണ് പല ഷിഫ്റ്റുകളിലായി ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. 24 തറുകളിൽ നെയ്ത്തടക്കം ഇവിടെ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടുകാർ നൽകുന്ന നൂലുപയോഗിച്ച് തുണിത്തരങ്ങൾ നെയ്ത ശേഷം അവർക്ക് തന്നെ വിറ്റിരുന്നുവെങ്കിലും അത് തുടർന്നു കൊണ്ടുപോകുവാൻ സാധിച്ചില്ല. നഷ്ടത്തിലായതോടെ നെയ്ത്തുകേന്ദ്രം പ്രവർത്തനം നിർത്തി. രണ്ടാമതും സംഘം പുനഃസംഘടിച്ചതോടെ നെയ്ത്തുകേന്ദ്രത്തിന്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങിയെങ്കിലും വൈകാതെ അതും പൂട്ടി. കാടുമൂടി കിടക്കുന്ന കെട്ടിടവും സ്ഥലവും സമീപവാസികൾക്ക് ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ചെറിയനാട് 14-ാം വാർഡിൽ ചെറിയനാട് ജംഗ്ഷനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പവർലൂം ഏതാണ്ട് 40 വർഷ കാലത്തോളമായി ഇതിവിടെ അടഞ്ഞു കിടന്ന് കാട് കയറി പ്രദേശവാസികൾക്കും പരിസരവാസികൾക്കും വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. ഇത് അവകാശികൾ ഉള്ളതുകൊണ്ടും അവകാശികൾ പലരും മരണപ്പെട്ടു പോയിട്ടുള്ളത് കൊണ്ടും ഇപ്പോൾ നിലവിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. വ്യവസായ വകുപ്പിന്റെ അണ്ടറിലാണ് ഇതുള്ളത്. ഇത് സർക്കാർ ഏറ്റെടുത്ത് ഇവിടെ എന്തെങ്കിലും സംരംഭം തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന കാലഘട്ടത്തിൽ നിയമപരമായ തടസ്സങ്ങൾ നീക്കം ചെയ്ത് പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ആർജവത്വം അധികൃതർ കാണിക്കണമെന്നാണ് ചെറിയനാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.